എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ട് നല്ല ഒരു ജ്യൂസി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു 1/2 കിലോ ചിക്കന്, തീരെ ബോൺലെസ് അല്ല എങ്കിലും ചെറിയ ഒരുപാട് എല്ലുള്ള പീസ് എടുക്കാതെ കുറച്ച് എല്ലുള്ള പീസ് എടുത്താലും കുഴപ്പമില്ലായിരിക്കും. നമുക്കിതിന് വേണ്ടി മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ചതച്ച് വെച്ചിരിക്കുക. പേസ്റ്റ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ചതച്ചതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നോക്കിയിട്ട് അവനവൻ്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർക്കാം. ഇത് നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർക്കാൻ പോകുന്നത്. നമ്മുടെ നേരത്തെ വീഡിയോയിൽ നമ്മളത് കാണിച്ചിട്ടുണ്ട്, ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂണ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് നല്ലതുപോലെ ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യണം. നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറായി. അപ്പം നമുക്കിനി അതിനകത്തോട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു മുട്ടയ്ക്കകത്ത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ട് നമുക്ക് ഈ മുട്ട ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് മുട്ടയ്ക്കകത്ത് ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു കടയിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലതുപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ഇതിനൊരു സോസും കൂടി ഉണ്ടാക്കും. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ 2 സൈഡും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് 1 സ്പൂൺ എണ്ണ എടുത്തിട്ട് വേണം നമുക്ക് സോസ് ഉണ്ടാക്കാൻ. നമ്മൾ കടയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലിയും 1 പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. നമുക്കിതിനകത്തോട്ട് 1 സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 2 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്ത് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ നല്ല ഒരു ജ്യൂസി ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് നമ്മൾ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നല്ലതുപോലെ ആ സോസ് ഇതിലോട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ജ്യൂസി ചിക്കൻ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക്